ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള പാഠാവലിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ കാലാതീതം കാവ്യ വിസ്മയം എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 9 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമേ തന്നെ പറയുന്ന ഒരു പ്രഡിക്ഷൻ അല്ല, പ്രഡിക്ഷൻ ഒന്നും ഈ രീതിയിലൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ഒരു 50% ഒക്കെ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. കൂടുതലും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 9 ചോദ്യങ്ങളിലുള്ളത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ മുൻഗണന നൽകി ചെയ്തൊരു വീഡിയോ ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, 2 മാർക്കിന്റെ 4 മാർക്കിന്റെയും ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 2 മാർക്കിന്റെ 4 മാർക്കിന്റെ ചോദ്യങ്ങളുടെ പോയിന്റ് ഒക്കെ ഒന്ന് നോക്കിയും കണ്ടും വെക്കുക. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് രീതിയിലുള്ള ചോദ്യം ചോദിച്ചാലും ആ ഒരു പോയിന്റ് ഒക്കെ ഉൾപ്പെടുത്തി ഉത്തരം എഴുതുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. മാർക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ രീതിയിലൊക്കെ ഒന്ന് പോയിന്റ് ഒക്കെ ഒന്ന് കുറിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു യൂണിറ്റിലും പ്രധാനമായിട്ടും 3 പാഠങ്ങളാണുള്ളത്. ഒന്ന് ലക്ഷ്മണ സാന്ത്വനം, അതുപോലെ തന്നെ ഋതുയോഗം, പിന്നെ പാവങ്ങൾ. ഈ ഒരു 3 ചാപ്റ്റർ ആണുള്ളത്. ഓരോത്തിലെയും കഥാപാത്രങ്ങൾ, മെയിൻ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചു വെക്കുക. പിന്നെ അത് എഴുതിയത് ആരാന്ന് നോക്കി വെക്കുക. ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്നത് നമ്മുടെ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണ കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക വിഘ്നം എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നും എടുത്ത ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന കവിത. പിന്നെ ഋതുയോഗം നമ്മുടെ കാളിദാസന്റെ അഭിജ്ഞാത ശാകുന്തളം ആസ്പദമാക്കിയിട്ട് AR രാജരാജവർമ്മ രചിച്ച മലയാള ശാകുന്തളത്തിലെ 7ാം അംഗത്തിൽ നിന്നും എടുത്ത ഭാഗമാണ് നമ്മുടെ ഋതുയോഗം എന്ന് പറയുന്നത്. അതിലെ മെയിൻ കഥാപാത്രം ദുഷ്യന്തനുണ്ട്, പിന്നെ ശകുന്തളയുണ്ട്, അവരുടെ മകൻ സർവദമനനുണ്ട്. ഈ 3 കഥാപാത്രങ്ങളാണ് മെയിൻ ആയിട്ട് ഉള്ളത്. പിന്നെ ഉള്ളത് പാവങ്ങൾ എന്ന് പറയുന്ന വിക്ടർ ഹ്യൂഗോയുടെ ഒരു നോവലാണ്. വിക്ടർ ഹ്യൂഗോ ഫ്രഞ്ച് സാഹിത്യകാരനാണ്. അദ്ദേഹം രചിച്ച പാവങ്ങൾ പേര് തന്നെയുള്ള ആ ഒരു നോവലിൽ നിന്നും എടുത്ത ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. ഓക്കെ, ഇതെല്ലാം ഒന്ന് അറിഞ്ഞു വെക്കാൻ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ എഴുതാനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുത്തച്ഛനുമായി യോജിക്കാത്ത വിശേഷണം. ഓക്കെ, യോജിക്കാത്ത വിശേഷണം നോക്കുക. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, ഭക്തിക്കും വീരരസത്തിനും പ്രാധാന്യം നൽകിയ കവി, കൃഷ്ണഗാഥയുടെ കർത്താവ്, അതുപോലെ പ്രാചീന കവിത്രയത്തിൽ ഒരാൾ. ഓക്കെ, ആധുനിക മലയാള ഭാഷയുടെ പിതാവാണോ എഴുത്തച്ഛൻ? അതെ, ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. ഭക്തിക്കും വീരരസത്തിനും പ്രാധാന്യം നൽകിയ കവിയാണ്. അതെ, ഭക്തിക്കും അതുപോലെ തന്നെ വീരരസത്തിനും പ്രാധാന്യം നൽകിയ കവി തന്നെയാണ് നമ്മുടെ എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. പിന്നെ കൃഷ്ണഗാഥയുടെ കർത്താവാണോ? കൃഷ്ണഗാഥയുടെ കർത്താവല്ല നമ്മുടെ എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. കൃഷ്ണഗാഥയുടെ കർത്താവല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കൃഷ്ണഗാഥയുടെ കർത്താവാണ്. ലാസ്റ്റ് ചോദ്യം കൂടെ നോക്കുക, ലാസ്റ്റ് ഓപ്ഷൻ കൂടെ നോക്കുക. പ്രാചീന കവിത്രയത്തിലെ ഒരാളാണ് നമ്മുടെ എഴുത്തച്ഛൻ എന്ന് പറയാൻ നമ്മളോട് യോജിക്കാത്ത വിശേഷണമാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണഗാഥയുടെ കർത്താവ്. യോജിക്കാത്ത വിശേഷണം ചോദിച്ചുകൊണ്ട് കൃഷ്ണഗാഥയുടെ കർത്താവാണ് എഴുത്തച്ഛൻ എന്ന് പറയുന്ന ആ ഒരു വിശേഷണമാണ് യോജിക്കാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. സമ്പത്തുമായി ബന്ധപ്പെട്ട് പാവങ്ങൾ എന്ന പാഠഭാഗം നൽകുന്ന സന്ദേശം എന്ത്? സമ്പത്തുമായി ബന്ധപ്പെട്ട് പാവങ്ങൾ എന്ന പാഠഭാഗം നൽകുന്ന സന്ദേശം എന്ത്? നോക്കുക. സമ്പത്തിന്റെ ഉടമസ്ഥരാണ് നമ്മൾ. സമ്പത്തിന്റെ താൽക്കാലിക സൂക്ഷിപ്പുകാരാണ് നമ്മൾ. സമ്പത്ത് കൈവിടരുത്. മനുഷ്യർക്ക് സമ്പത്ത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇതിലേതാണ് നമുക്ക് പാവങ്ങൾ എന്ന പാഠഭാഗം നൽകുന്ന സന്ദേശം? സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് പാവങ്ങൾ എന്ന പാഠഭാഗം നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് സമ്പത്തിന്റെ താൽക്കാലിക സൂക്ഷിപ്പുകാരാണ് നമ്മൾ. ഈ ഒരു സന്ദേശമാണ് നമുക്ക് പാവങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്ന് ലഭിക്കുക. ഇത് വേണം നിങ്ങൾക്ക് ഒരു 4 മാർക്കിന്റെ പാവങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യത്തിന് 4 മാർക്കാണ് നമുക്ക് കിട്ടേണ്ടെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷനിലെ ഇടയിലോ അല്ലെങ്കിൽ ആ ഒരു ആൻസർ എഴുതുന്നതിന്റെ തുടക്കത്തിലോ നിങ്ങൾക്കൊന്ന് സൂചിപ്പിക്കാവുന്ന ഒരു സെന്റൻസ് ആണ് സമ്പത്തിന്റെ താൽക്കാലിക സൂക്ഷിപ്പുകാരാണ് നമ്മൾ എന്ന സന്ദേശമാണ് പാവങ്ങൾ എന്ന പാഠഭാഗം നൽകുന്നത് എന്ന് പറയുന്ന സെന്റൻസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് പോയിന്റ്സ് ആണ് കുറിച്ച് വെക്കുക. അടുത്ത ചോദ്യം നോക്കുക. 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കാം. അപ്പം നോക്കുക. മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത വെളിപ്പെടുത്താൻ എഴുത്തച്ഛൻ ഉപയോഗിച്ച 2 സാദൃശ്യ കൽപ്പനകൾ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തു നിന്ന് കണ്ടെത്തിയത്. അപ്പം മനുഷ്യ ജീവിതത്തിന്റെ നമ്മുടെ നശ്വരത വെളിപ്പെടുത്താൻ എഴുത്തച്ഛൻ ഉപയോഗിച്ച 2 സാദൃശ്യ കൽപ്പനകൾ നമ്മുടെ ലക്ഷ്മണ സാന്ത്വനം എന്ന പറഞ്ഞ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക. ചുട്ടുപഴുത്തിരിക്കുന്ന ലോഹത്തിന്മേൽ പതിക്കുന്ന ജലകണിക പോലെ നശ്വരമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന
തവളയുടേതിന് സമാനമാണ് ജീവിതം. ഇങ്ങനെയാണ് നമ്മൾ 2 മാർക്കിന് വരുമ്പോൾ എഴുതുന്നുണ്ട്. 4 മാർക്ക് എന്ന് പറയുമ്പം ഇതൊന്ന് വിവരിച്ച് എഴുതണം. ഓക്കെ, വിവരിച്ച് ആ ഒരു എന്താ പറയുക, നമ്മുടെ പാമ്പ് കാലമാകുന്ന ആ ഒരു സെന്റൻസ് ഒക്കെ ഇട്ട് നമ്മുടെ വരികൾ എഴുതിയിട്ട് അതിനെ ഒന്ന് വിവർത്തനം ചെയ്തൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. 4 മാർക്കിന് പറയുമ്പോൾ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കണം. ലക്ഷ്മണ സാന്ത്വനം അധ്യാത്മരാമായണത്തിൽ നിന്നും എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം ഈ 2 വരികളുടെ ഈ 2 സെന്റൻസ് എഴുതി അതിന്റെ വരികൾ എഴുതി അതിന്റെ അർത്ഥം കൂടി എഴുതുമ്പോൾ 4 മാർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം, ഹൃദ്യോഗം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിക്കുക. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടാണ്. ഹൃദ്യോഗം എന്ന ശീർഷകത്തിന് ഔചിത്യം പരിശോധിക്കുക. ഹൃദ്യോഗം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിക്കുക. ഹൃദ്യോഗം എഴുതിയത് ആരാന്ന് ഓർത്തു വെക്കുക. ഹൃദ്യോഗം മലയാള ശാകുന്തളം 7ാം അംഗം എന്ന് പറയുന്ന ഒരു നാടകത്തിൽ നിന്നും എടുത്താണ്. അത് രചിച്ചത് AR രാജരാജവർമ്മ. അത് കാളിദാസന്റെ അഭിജ്ഞാത ശാകുന്തളം ആസ്പദമാക്കി രചിച്ച നാടകം. ഓക്കെ, ആൻസർ നോക്കുക. ഹൃദ്യോഗം എന്നാൽ വസന്തത്തിന്റെ ആഗമം എന്നാണ് അർത്ഥം. ഹൃദ്യോഗം എന്നാൽ വസന്തത്തിന്റെ ആഗമം എന്നാണ് അർത്ഥം. വസന്തകാലം എന്നത് വളരെ ശ്രേഷ്ഠവും സുന്ദരവുമായ കാലമാണ്. പ്രകൃതിക്ക് സന്തോഷം പകരുന്ന കാലം കൂടിയാണ് വസന്തം. ഇവിടെ ദുഷ്യന്തന്റെയും സർവദമനന്റെയും ജീവിതത്തിൽ സന്തോഷം വരുന്നു. അതിനാൽ ഈ ശീർഷകം പാഠഭാഗത്തിന് അനുയോജ്യമാണ്. ഇത് 2 മാർക്കിന് വരുമ്പം ഉത്തരം എഴുതേണ്ട എങ്ങനെയാണെന്നാണ് ഞാൻ അവിടെ തന്നിരിക്കുന്നത്. 4 മാർക്കിനൊക്കെ വരുവാണെങ്കിൽ അതൊന്ന് വിവരിച്ചെഴുതേണ്ടതാണ്. ഹൃദ്യോഗം എന്നാൽ വസന്തത്തിന്റെ ആഗമം എന്നാണ് അർത്ഥം. വസന്തകാലം എന്നത് വളരെ ശ്രേഷ്ഠവും സൗന്ദര്യവുമായ കാലമാണ്. പ്രകൃതിക്ക് സന്തോഷം പകരുന്ന കാലം കൂടിയാണ് വസന്തം. ഇവിടെ ദുഷ്യന്തന്റെയും സർവദമനന്റെയും ജീവിതത്തിൽ സന്തോഷം വരുന്നു. അതിനാൽ ഈ ശീർഷകം ഈ പാഠഭാഗത്തിന് അനുയോജ്യമാണ്. ഓക്കെ, സെറ്റാന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു 1 വേർഡ് ചോദ്യമാണ്. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുള്ളത് എന്ത്? നമ്മുടെ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറഞ്ഞ പാഠഭാഗത്ത് നിന്നും വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുള്ളത് എന്ത്? നമുക്ക് ആ ഒരു വരികൾ അറിയാം. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗം. ആലയസംഗമാണ് നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഭോഗങ്ങൾ, മർത്യജന്മം, ആലയസംഗം, കളത്രസുഖം. ആൻസർ കിട്ടി. ആലയസംഗമമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെറ്റാന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സർവദമന ഇതാ ശകുന്തലാസ്യം നോക്കൂ. അടിവരയിട്ട പദത്തിന്റെ ആശയതലങ്ങൾ വ്യക്തമാക്കുക. അപ്പം അടിവരയിട്ട പദം നമ്മുടെ ശകുന്തലാസ്യം എന്നാണ് നമ്മുടെ അടിവരയിട്ട പദം എന്ന് പറയുന്നത്. അപ്പം ശകുന്തലാസ്യത്തിന്റെ ആശയതലങ്ങൾ വ്യക്തമാക്കാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ ആ ഒരു നാടകത്തിന്റെ നാടകീയത വർദ്ധിപ്പിക്കുന്ന ഒരു വരികളാണ് നമ്മുടെ ശകുന്തലാസ്യം നോക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സർവദമനം പറയുന്നു, അതിന് അമ്മ ഇവിടെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മുടെ സർവദമനം പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഇതൊക്കെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ശകുന്തലാസ്യം എന്ന പദം പക്ഷിയുടെ മുഖം, അതുപോലെ ശകുന്തളയുടെ മുഖം എന്നിങ്ങനെയുള്ള 2 അർത്ഥത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ 4 മാർക്ക് എഴുതുമ്പോൾ ആ ഒരു എഴുതാനുള്ള പറയാനിടയായുള്ള സന്ദർഭമൊക്കെ എഴുതി വെക്കുക. സർവദമനം ഇങ്ങനെ പറയാനിടയായുള്ള സന്ദർഭം അത് പറഞ്ഞത് മൂലം നമ്മുടെ ദുഷ്യന്തന്റെ മനസ്സിൽ വന്ന ചോദ്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് 4 മാർക്കിന് വരുവാണെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. 2 മാർക്ക് വരുമ്പോൾ ഈ ഒരു 2-3 വാക്യത്തിൽ ഉത്തരം എഴുതിയാൽ മതിയാവും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. തിന്മയെ തിന്മ കൊണ്ടല്ല നന്മയും സ്നേഹവും കൊണ്ടാണ് കീഴടക്കേണ്ടത് എന്ന സന്ദേശം പാവങ്ങൾ എന്ന കൃതിയിലൂടെ മെത്രാൻ നൽകുന്നു. ഈ പ്രസ്താവനയോട് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഈ പ്രസ്താവനയോട് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിന് വരുന്ന ചോദ്യമാണ്. ഓക്കെ, 4 മാർക്കിന് വരുന്ന ചോദ്യമാണ്. നോക്കുക. ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിലെ മെത്രാൻ ജീവിതകാരുണ്യത്തിന്റെ ആശയകരമായ മാതൃകയാണ്. ചെറിയ തെറ്റിന് പോലും കഠിന ശിക്ഷയ്ക്ക് വിധേയമാകുന്ന രീതിയാണ് ലോകമെമ്പാട് കാലങ്ങളായി നടന്നു വരുന്നത്. ഇതിനുദാഹരണമാണ് ഴാങ് വാൾഴാങ്ങിന്റെ ജീവിതം. 19 വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹത്തിന് അഭയം നൽകിയത് മെത്രാൻ മാത്രമാണ്. എന്നാൽ അയാൾ ആ വീട്ടിൽ നിന്നും വെള്ളി സാമാനങ്ങൾ മോഷ്ടിച്ച് പോലീസ് പിടിയിലാകുമ്പോൾ അയാൾ അനുഭവിച്ച ശിക്ഷ പ്രയോജനം ചെയ്തില്ലെന്ന് മനസ്സിലാവും. എന്നാൽ തൊണ്ടി മുതലുമായി നിൽക്കുന്ന ഴാങ്ങിനോട് മെത്രാൻ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. വളരെ ചെറിയൊരു പോയിന്റ്സ് ഒക്കെയാണ്. ഇതൊക്കെ വിശദീകരിച്ചില്ല. 4 മാർക്കിന് ഈസി ആയിട്ട് ആൻസർ സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഴാങ് വാൾഴാങ്ങിന്റെ കണ്ണ് രണ്ടും മിഴിഞ്ഞുപോയി. ഈ വരിയിൽ തെളിയുന്ന ഭാവം എന്ത്? ഓക്കെ, ഭാവം എന്ത്? ഇങ്ങനെ ഭാവങ്ങൾ പ്രകടമാക്കുന്ന രീതിയിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നോക്കുക. ഴാങ് വാൾഴാങ്ങിന്റെ കണ്ണ് രണ്ടും മിഴിഞ്ഞുപോയി. അതിന്റെ ഓപ്ഷൻസ് നോക്കുക. നിരാശ, അത്ഭുതം, സന്തോഷം, ഭയം. അപ്പം നിരാശ ഒരിക്കലും വരത്തില്ല, ഭയവും വരത്തില്ല, സന്തോഷം വരത്തില്ല. ആൻസർ അത്ഭുതമാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് അത്ഭുതമാണ്. അടുത്ത നോക്കുക. ക്രോധമല്ലോ നിജധർമ്മ ശേഖരം, ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം. എഴുത്തച്ഛന്റെ ഉപദേശങ്ങൾക്കുള്ള കാലിക പ്രസക്തി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്രോധമല്ലോ നിജധർമ്മ ശേഖരം, ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം.
എഴുത്തച്ഛന്റെ ഉപദേശങ്ങൾക്കുള്ള കാലിക പ്രസക്തി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പം ഈ ഒരു ചോദ്യത്തിലെ പോയിന്റ് ഒക്കെ എഴുതി വെക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ക്രോധത്തെ കുറിച്ച് 6 മാർക്കിനൊക്കെ ഉത്തരം എസ്സേ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നും ക്രോധത്തെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ 4 മാർക്കിന് ക്രോധത്തെ കുറിച്ച് എഴുതാൻ വരുവാണെങ്കിലും ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നോക്കുക, ക്രോധത്തെ നിയന്ത്രിച്ചാൽ മാത്രമേ അധർമ്മം ഇല്ലാതാവുകയുള്ളൂ. ക്രൂരതകളുടെ എല്ലാം അടിസ്ഥാനം ക്രോധമാണ്. സ്വന്തം കാര്യം നടക്കാതെ വരുമ്പോഴുള്ള ദേഷ്യവും പകയുമാണ് മനുഷ്യനെ അധർമ്മികളാക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ പ്രവണതകൾ കൂടി വരുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് പിതാവിനെ നിഗ്രഹിക്കാൻ ഒഴുകുന്ന ലക്ഷ്മണനെ ഉപദേശിച്ച് ശാന്തനാക്കുന്ന ശ്രീരാമനെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, സ്ലൈഡിൽ ഒരുപാട് തെറ്റൊക്കെ ഉണ്ട്, ഒന്ന് ക്ഷമിക്കുക. പിതാവിനെ നിഗ്രഹിക്കാൻ ഒഴുകുന്ന ലക്ഷ്മണനെ ഉപദേശിച്ച് ശാന്തനാക്കുന്ന ശ്രീരാമനെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഒന്നുകൂടെ നോക്കുക. ക്രോധത്തെ നിയന്ത്രിച്ചാൽ മാത്രമേ അധർമ്മം ഇല്ലാതാവുകയുള്ളൂ. ക്രൂരതകളുടെ എല്ലാം അടിസ്ഥാനം ക്രോധമാണ്. സ്വന്തം കാര്യം നടക്കാതെ വരുമ്പോഴുള്ള ദേഷ്യവും പകയുമാണ് മനുഷ്യനെ അധർമ്മികളാക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ പ്രവണതകൾ കൂടി വരുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് പിതാവിനെ നിഗ്രഹിക്കാൻ ഒരുങ്ങുന്ന ലക്ഷ്മണനെ ഉപദേശിച്ച് ശാന്തനാക്കുന്ന ശ്രീരാമനെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത് വളരെ ചെറിയ പോയിന്റ്സ് ആണ്, പോയിന്റ്സ് മാത്രമാണുള്ളത്. ഇതൊക്കെ 4 മാർക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വിപുലീകരിച്ച് എഴുതുക, കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കൊടുത്തൊക്കെ എഴുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് ഷുവറായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ കൂടുതൽ വീഡിയോസ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.